ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 9:29 വാക്യം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവിന് എത്രത്തോളം പ്രസാദകരമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥനകളിൽ സന്തോഷിക്കുന്നു. അവൻ ആകാംക്ഷയോടെ കേൾക്കുക മാത്രമല്ല, കൃപയോടും ശക്തിയോടും കൂടി പ്രതികരിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. അത് അവൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നു. യേശു പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് പ്രഖ്യാപിച്ചത് നോക്കുക. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ കേൾക്കൂ. പ്രാർത്ഥനയിൽ തന്നെ അന്വേഷിക്കുന്നവരിൽ കർത്താവ് കണ്ടെത്തുന്ന ആനന്ദം അത്രമാത്രമാണ്. മധ്യസ്ഥതകൾ, അപേക്ഷകൾ, നന്ദി എന്നിവ ഉൾപ്പെടുന്ന വ്യത്യസ്ത തരം പ്രാർത്ഥനകളുണ്ട്. ഏതു രൂപത്തിലായാലും തൻ്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു. ബൈബിൾ പറയുന്നു, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ അവനിൽ പ്രസാദിക്കും, അവൻ തൻ്റെ മുഖം സന്തോഷത്തോടെ കാണും, കാരണം അവൻ മനുഷ്യന് തൻ്റെ നീതി തിരികെ നൽകുന്നു. ഇത് യോബ് 33:26 വാക്യത്തിൽ കാണപ്പെടുന്നു. യേശുക്രിസ്തു പ്രാർത്ഥനാ ജീവിതത്തിനൊരു മാതൃകയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. പരിശുദ്ധാത്മാവും പ്രാർത്ഥനയിൽ മധ്യസ്ഥത വഹിക്കുന്നു. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത ആഴമുള്ള ഞെരുക്കങ്ങളുമായി പരിശുദ്ധാത്മാവ് മധ്യസ്ഥത വഹിക്കുന്നു. നാമും പ്രാർത്ഥിക്കാനൊരു ഹൃദയത്തോടെ മുന്നോട്ട് വരുമ്പോൾ ദൈവം തൻ്റെ പുത്രനിലും ആത്മാവിലും പ്രസാദിക്കുന്നത് പോലെ നമ്മിലും പ്രസാദിക്കുന്നു. മാത്രമല്ല, അവൻ തൻ്റെ നീതിയുടെ ഫലം നമുക്ക് നൽകുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. പാപചിന്തകളും ലൗകിക വ്യതിചലനങ്ങളും മാറ്റിവെക്കുക. നിങ്ങളുടെ ഹൃദയം ദൈവം മുൻപാകെ നേരുള്ളതായിരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നാം അനീതി സൂക്ഷിച്ചാൽ കർത്താവ് നമ്മെ കേൾക്കുകയില്ല. മറുവശത്ത് നേരുള്ളവരുടെ പ്രാർത്ഥന അവൻ്റെ പ്രസാദമാണെന്ന് സദൃശ്യവാക്യങ്ങൾ 15:8 വാക്യത്തിൽ കാണപ്പെടുന്നു. യേശുവിൻ്റെ പ്രസാദം അനുഭവിക്കാൻ ശിഷ്യന്മാർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവരിലൊരാൾ യേശുവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞത്. ഇത് ലൂക്കോസ് 11:1 വാക്യത്തിൽ കാണപ്പെടുന്നു. ഭൂതങ്ങളെ പുറത്താക്കാനും വെള്ളം വീഞ്ഞാക്കി മാറ്റാനും അപ്പവും മത്സ്യവും വർദ്ധിപ്പിക്കാനും പഠിപ്പിക്കാൻ അവർ അവനോട് ആവശ്യപ്പെട്ടില്ല. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അപേക്ഷിച്ചത്. പ്രിയ ദൈവ പൈതലെ, പ്രാർത്ഥിക്കുന്നവൻ കർത്താവിൻ്റെ കൃപയാൽ നിറയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മർക്കോസ് 11:24 വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 89-90 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 14 അധ്യായം. ആമേൻ.